ഹലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡൻ ക്രോസ് ഓവറും ബിഗ് ക്രോസ് ഓവറും ഇങ്ങനെ രണ്ട് ക്രോസ് ഓവറിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ ആ ഗോൾഡൻ ക്രോസ് ഓവർ അല്ലെങ്കിൽ ബിഗ് ക്രോസ് ഓവർ ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റിയ ലോസിനെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോയിൽ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ. അപ്പം 50 days മൂവിങ് ആവറേജ് മൂവ്സ് അബൌട്ട് 200 day മൂവിങ് ആവറേജ്. ആ ഒരു ജംഗ്ഷനാണ് നമ്മൾ വിളിക്കുന്നത് ഗോൾഡൻ ക്രോസ് ഓവർ. അതേപോലെ ബെയറിഷ് ക്രോസ് ഓവർ 50 days മൂവിങ് ആവറേജ് കട്ട് ദ 200 day മൂവിങ് ആവറേജ് മേളിൽ നിന്ന് താഴോട്ട്, അതിനാണ് ബെയറിഷ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഗോൾഡൻ ക്രോസ് ഓവറിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിങ്ങിൽ, അതായത് ഫ്രൈഡേയിൽ നടന്ന ട്രേഡിങ്ങിൽ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സൺഡേ ആണ്, December 7th സൺഡേ. ഫ്രൈഡേയിൽ ക്രോസ് ഓവർ നടന്ന്, അല്ലെങ്കിൽ ഫ്രൈഡേയുടെ പ്രീവിയസ് തേഴ്സ്ഡേയിൽ ഏതെങ്കിലും ക്രോസ് ഓവർ നടന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബെയറിഷ് ക്രോസ് ഓവർ ഏതൊക്കെ ഷെയറിൽ നടന്നിട്ടുണ്ടെന്ന് നോക്കുമ്പം ഇതിനകത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള 1-2 ഷെയറുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്പർ 1 ഡിക്സൺ വന്നിട്ടുണ്ട്, പിന്നെ ടൈം ടെക്നോ പ്ലാസ്റ്റ് ഉണ്ട്, റുഫില ഇൻ്റർനാഷണൽ ഉണ്ട്, പിന്നെ സ്വിഗി ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഷെയറുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഷെയറുകൾ ഇതിനകത്ത് ബെയറിഷ് ക്രോസ് ഓവറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നേരെ എനിക്ക് ഈ ക്രോസ് ഓവറിനെ ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്തപ്പം എനിക്ക് വന്ന അബദ്ധങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം എൻ്റെ പോർട്ട്ഫോളിയോയിൽ പോവാം. എനിക്ക് നഷ്ടങ്ങളുണ്ടായേക്കുന്ന 4 ഷെയറിന് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡിക്സൺ, അത് മേടിച്ചത് 1911, പിന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് 26.9, വാരി എൻജിനീയേഴ്സ് 21.8, ദെൻ വാരി റിന്യൂവബിൾസ് 12.9. നഷ്ടങ്ങൾ വന്നേക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്. 39,000, 44,000, 21,000, 21,000. ഇതിനെ എനിക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു, പക്ഷേ ചില സമയത്ത് നമ്മൾ മിസ്സായി പോകുന്നു. അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് എന്നും പറയാം. ഓവർ കോൺഫിഡൻറ്റ്, ഈ ഷെയർ മേളിലോട്ട് പോകുന്നുള്ളൊരു വിശ്വാസം, അതായത് നമ്മുടെ ടെക്നിക്കൽ ചാർട്ടിന് എഗൻസ്റ്റായിട്ട് ഞാൻ ബിലീവ് ചെയ്തപ്പം എനിക്ക് വന്ന നഷ്ടങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോകാം. ഞാൻ ഈ ചാർട്ടിൽ എടുത്ത് വെച്ചേക്കുന്നത് ഡിക്സൺ ടെക്നോളജിയാണ്. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുവാണെന്നൊന്ന് ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് അതിന് മേളിലുള്ള ഒരു ഷെയറിനെ എടുക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഡിവിസ് ലാബ് എടുത്ത് നോക്കാം. ഓക്കെ, ഡിവിസ് ലാബ് ഒരു നല്ലൊരു ഷെയറാണ്. ഓക്കെ, നമുക്കിതിനകത്ത് നോക്കുമ്പം ഡിവിസ് ലാബിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് പോയി ചാടി കയറിയിടല്ല. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ആ ഷെയറിനെ എടുത്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ റെഡ് ലൈൻ ഇതാണ് 200 day മൂവിങ് ആവറേജ്. ഓക്കെ, റെഡ് ഈസ് 200 day മൂവിങ് ആവറേജ്. വൈറ്റ് ലൈന് 10 day മൂവിങ് ആവറേജ്. ആൻഡ് 30 day ബ്ലൂ 30 day മൂവിങ് ആവറേജ്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്രോസ് ഓവറിന് വേണ്ടി ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 50 ഞാൻ 30 ആണ് എടുത്തേക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് 50 ഞാൻ 30 എടുത്തേക്കുന്നത്. അപ്പം ഇച്ചിരി റിസ്ക് കുറയ്ക്കാൻ ആണ് ഞാൻ 30 എടുത്തേക്കുന്നത്. അതേപോലെ
പ്രോഫിറ്റ് ഇച്ചിരി കൂടുതൽ കിട്ടാനായിട്ടാണ് ഞാൻ 10 ഡേ മൂവിങ് ആവറേജ് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത് 30 and 200. പിന്നെ എൻ്റെ ബിഗ് ക്രോസ് ഓവർ എന്ന് പറയുന്നത് 10 and 30. ഇതാണ്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോണേ. 10 and 30 and 30 and 200. ഓക്കെ, നമുക്ക് ഡിക്സണിലോട്ട് പോവാം. ഡിക്സണിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 1911. അതായത് ഈ യെല്ലോ സർക്കിൾ, അതിൻ്റെ നടുക്കുള്ള റെഡ് ക്യാൻഡിൽ, അവിടാണ് ഞാൻ ഡിക്സണിൽ കയറിയേക്കുന്നത്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഇത് ചാർട്ടിന് എഗൻസ്റ്റായിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഇതെന്താ പറയുന്നത്, ഈ റെക്കമെൻഡേഷൻ തന്ന അവർ നമ്മളോട് പറഞ്ഞു ബൈ ബിലോ, കണ്ടില്ലേ, 15,337 ബിലോയിൽ മേടിക്കണമെന്ന് പറഞ്ഞപ്പം ഇവിടുന്ന് ഈ ഷെയർ ഇങ്ങനെ വന്ന് വന്നിട്ട് ഇവിടുന്ന് റീബൗണ്ട് അടിച്ചു. തിരിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷെയർ മേളിലോട്ട് പോവായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ചാടി കയറി മേടിച്ചത്. കണ്ടില്ലേ, ഈ ഷെയർ ഇങ്ങനെ ഒരു ഫോളായി ഇവിടെ വന്നു, റീബൗണ്ട് എടുത്തു. ഇതൊരു സപ്പോർട്ടായിരുന്നു. ഇതൊരു സപ്പോർട്ട് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന. ഈ സപ്പോർട്ടിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റീബൗണ്ടായി തിരിച്ചു പോയി. അപ്പം ഞാൻ ഈ ഷെയറിൽ മേടിച്ചു. പക്ഷേ നമ്മുടെ ലോജിക്ക് എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻ എന്തുവാണ്? എപ്പോഴെങ്കിലും ഈ ഷെയർ ക്രോസ് ഓവർ നടത്തുമ്പോൾ വേണം നമുക്ക് കയറാൻ. അപ്പം നമ്മൾ പാസ്റ്റ് എടുത്ത് നോക്കാമെങ്കിൽ ഇവിടെ വൈറ്റ് 10, ബ്ലൂ 30, ഇവിടെ നല്ലൊരു ക്രോസ് ഓവർ നടന്നു. ഈ ക്രോസ് ഓവർ നടന്നു കഴിയുമ്പം അന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ, അതായത് ഇവിടെ ക്രോസ് ഓവർ നടന്നു. 3rd ജൂലൈയിൽ ക്രോസ് ഓവർ നടന്നു. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ആ ഷെയറിൽ എൻട്രി എടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഷെയർ നല്ലൊരു റാലി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഷെയർ ഒരു റാലി ഇവിടുന്ന് അടുത്ത ഒരു ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രോഫിറ്റ് കൂടുതലുണ്ടാക്കാനായിട്ടാണ് ഞാൻ 10 ഡേ മൂവിങ് ആവറേജിനെ വെച്ചേക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ദിവസവും ഈ 10 ഡേ മൂവിങ് ആവറേജിന് താഴെ, ഇപ്പോൾ ഇവിടുന്ന് ഒരു റാലി നടന്നു, ഇവിടുന്ന് ഈ ക്യാൻഡിലിൽ നിന്ന് ഈ ക്യാൻഡിൽ വരെയും ഷെയർ നല്ലൊരു റാലി തന്നു. കണ്ടോ, ഇവിടെ RSI 70ക്ക് മേളിൽ വന്നു. പിന്നെ ഇവിടെ നല്ലൊരു റാലി തന്നു, ഈ ഭാഗത്ത് വന്നു. ഇവിടെ വന്നപ്പം ഒരു ഹാങ്ങിങ് സ്റ്റാർ ഒരു ക്യാൻഡിൽ വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും ഒരു ഗ്രീൻ വന്നു. നമുക്കറിയത്തില്ല ഇത് ഷെയർ താഴെ വീഴുന്നു. പക്ഷേ ഇത് ഇപ്പോഴും 10 ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലാണ്. ഇവിടെയും നമുക്കൊരു ഇൻഡിക്കേറ്റർ നമുക്ക് തന്നു. കാരണം ഇവിടുന്ന് RSI താഴോട്ട് വീഴുന്നു. വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നു. പക്ഷേ 10 ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലാണ്. അപ്പം നെക്സ്റ്റ് ഒന്നെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു സൈൻ ഇല്ല നമുക്ക് ഇറങ്ങാനായിട്ട്. കാരണം ഇവിടെയും നമുക്കൊരു ഇൻഡിക്കേഷനും തന്നിട്ടില്ല. കാരണം നമ്മുടെ ക്യാൻഡിൽ ഇപ്പോഴും 10 ഡേ മൂവിങ് ആവറേജിന് മേളിലാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പം ഈ ക്യാൻഡിൽ 10നെ കട്ട് ചെയ്തു. പ്രോഫിറ്റ് മാക്സിമം എടുക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇവിടം വരെയും സൈന് 10ൻ്റെ മേളിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ എക്സിറ്റ് ചെയ്തു ഈ ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ പകുതി പിടിക്കാം, അതുപോലെ തന്നെ ഈ ക്യാൻഡിലിൻ്റെ പകുതി പിടിക്കാം. നമുക്ക് എത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
10% എത്ര ദിവസം കൊണ്ട്? 23 bars. ഇവിടുന്ന് ഇവിടം വരെ 23 ദിവസം കൊണ്ട് 10% നമുക്കൊരു പ്രോഫിറ്റ് ഇവിടെ ഡിക്സണിൽ ലഭിച്ചു. ഓക്കെ, 10 ഡേയ്സും കൊണ്ട്, അല്ല സോറി 23 bars, 23 വർക്കിംഗ് ഡേയ്സും കൊണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മളങ്ങ് എക്സിറ്റ് ആകുന്നു, ഇവിടേക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടുന്നു, അതേ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു, ഇവിടെ എക്സിറ്റ് അടിക്കുന്നു. അതേസമയം നമ്മൾ ലോങ് ടേം പ്ലാനിലാണ് കയറുന്നെങ്കിൽ നമുക്കിവിടെ നിന്ന് നമ്മൾ കയറിയാലും നമുക്ക് നഷ്ടത്തിൽ അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സിറ്റ് അടിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഈ ഡിക്സൻ്റെ ചാർട്ടിൽ ഞാൻ മേടിക്കുന്ന ദിവസം, അതായത് ബിഫോർ 25th, ഒരിടത്തും എനിക്ക് ഒരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ ഞാൻ വെറുതെ ബ്ലൈൻഡായിട്ട് സ്പെക്കുലേഷൻ്റെ മേളിൽ ഞാൻ പോയി ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് അത്രയും വലിയൊരു നഷ്ടം ഇവിടെ ഉണ്ടായി. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ 2-3 വട്ടം റിവൈൻഡ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എൻ്റെ ലോസിൻ്റെ വൺ ഓഫ് ദ റീസൺ ചാർട്ടിന് എഗൻസ്റ്റായിട്ട് ഞാൻ പോയി ഇൻവെസ്റ്റ് ചെയ്തു. എപ്പോഴും 10-day മൂവിങ് ആവറേജ് ഷുഡ് ബി അബവ് 30-day മൂവിങ് ആവറേജ്, എന്നാലേ നമ്മൾ കെയർ ആവൂ. അതേപോലെ രണ്ടാമത്തെ ലോജിക്ക് നമ്മളിടുന്നത്, അപ്ലൈ ചെയ്യുന്നത് RSI 50ക്ക് മുകളിലായിരിക്കണം. ഈ 2 ടിക്ക് നമ്മൾ അൺടിക്കാണെങ്കിൽ കയറാൻ പാടില്ല, ടിക്കാണെങ്കിൽ നമുക്ക് കയറാം. ഓക്കെ, അപ്പം ഡിക്സൺ ടെക്നോളജിയിൽ ഞാൻ റോങ് ടൈമിൽ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, വലിയൊരു ലോസ് ഉണ്ടായി. ഇനിയും അടുത്തതിന് പോകാം. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയൊരു സ്പ്ലിറ്റ് ഉണ്ടായി. ആ സ്പ്ലിറ്റിന് മുമ്പേ ഈ ഷെയർ നല്ലൊരു റാലി നടത്തി. അപ്പം ആ സ്പ്ലിറ്റിന് മുമ്പേ ഞാനും കയറിയതാണ്. ഓക്കെ, നല്ലൊരു കമ്പനിയാണ്, പക്ഷേ റോങ് ടൈമിൽ എൻ്റർ ചെയ്തു. സ്പ്ലിറ്റ് നടന്നേക്കുന്ന ഇവിടെ, ഡേറ്റ് 14th October. 14th October 10:1 സ്പ്ലിറ്റ് നടന്നു. ഞാൻ കയറിയത് ഇവിടെ. ഇവിടുന്ന് ഈ ഷെയർ നല്ലൊരു റാലി ഇവിടം വരെയും തന്നു. ഞാൻ ഇവിടുന്ന് വേണേൽ എക്സിറ്റ് അടിക്കായിരുന്നു സ്പ്ലിറ്റിന് മുമ്പ് തന്നെ, പക്ഷേ ഞാൻ സ്പ്ലിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് നടന്നു. ഷെയർ നമ്മുടെ ലോജിക്കും പ്രകാരം, ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി എന്തോ പറയുന്നത്, 10-day മൂവിങ് ആവറേജിനെ 10-day മൂവിങ് ആവറേജ് 30-day മൂവിങ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴെ പോകുമ്പം ബിഗ് ക്രോസ്, ബെയറിഷ് ക്രോസ്, അത് നമ്മൾ എക്സിറ്റ് അടിക്കണമെന്ന്. ഞാനിവിടെ എക്സിറ്റ് അടിച്ചില്ല. ഇവിടെ വെച്ച് എക്സിറ്റ് അടിക്കുമായിരുന്നെങ്കിൽ വലിയ ലോസ് ഇല്ലാതെ എനിക്ക് അങ്ങ് ഇറങ്ങിപ്പോയായിരുന്നു. നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന രീതിയിൽ ഇവിടുന്ന് നമുക്ക് ഇറങ്ങിപ്പോയായിരുന്നു. പക്ഷേ ഈ കമ്പനിയോടുള്ള ഫെയ്ത്ത് കാരണം, പ്രത്യേകിച്ച് ടാറ്റയുടെ ഉള്ള ഒരു പ്രേമം എന്ന് പറയാം, ഒരു ലവ്, അത് കാരണം ഞാൻ അതും പ്രത്യേകിച്ച് എനിക്ക് ഈ കമ്പനി 500-600% ഒക്കെ പ്രോഫിറ്റ് തന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പം ആ പഴയ പ്രോഫിറ്റൊക്കെ തന്ന റീസൺ കാരണം നമ്മളവിടെ ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് പറ്റിയ നഷ്ടമെന്ന് പറയുന്നത് 44,000 ആണ്. ഓക്കെ, 44,000 ലോസിലിരിക്കുവാണ്. ഇനി മേ ബി ഇറ്റ് വിൽ ടേക്ക് അനദർ 1 year ടു റിക്കവർ ദ ലോസ്. പക്ഷേ ഞാൻ ഹോൾഡ് ചെയ്യുക, വേറെ മാർഗമില്ല. എനിക്കിപ്പം അതിനകത്ത് നിന്ന് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല, ഇത്രയും ലോസ് ആയതുകൊണ്ട്. ഇവിടെ വെച്ച് ഇറങ്ങണമായിരുന്നു, ഞാൻ ഇറങ്ങിയില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരു ലോസിൽ ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുക. അടുത്തത് വാരി എഞ്ചിനീയേഴ്സ്. വാരി എഞ്ചിനീയേഴ്സ്. ഈ വാരി എഞ്ചിനീയേഴ്സ് ഈ ഷെയറിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൂടാണ് ഈ ഷെയർ ഹയർ ഹൈയും ഹയർ ലോയും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു റാലി നടത്തിക്കൊണ്ടിരുന്നു. ഇവിടുന്ന് ഈ ഷെയർ നല്ലൊരു റാലി തന്നു. പക്ഷേ ഇവിടെ വെച്ച് ഈ ഷെയർ
ഇവിടെ വെച്ച് 10 ഡേ മൂവിങ് ആവർ 30 ഡേ മൂവിങ് ആവറിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു. പിന്നെ ഈ പർട്ടിക്കുലർ റേഞ്ചിൽ നിന്ന് അത് കട്ട് ചെയ്ത് ഇവിടെ വെളി വന്നു. കാരണം 2 എണ്ണം സംഭവിച്ചു. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. നമുക്കിവിടെ ബെയറിഷ് ഒരു ക്രോസ് ഓവർ കണ്ടു. നമ്മൾ ഇറങ്ങിയില്ല, കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. പ്രോഫിറ്റിലായിരുന്നു, ഇവിടം വരെയും പ്രോഫിറ്റിലായിരുന്നു, ഇവിടെയും പ്രോഫിറ്റിലായിരുന്നു. പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്ത് കൈ അൺനെസസറി വെച്ചു, ബിലീവിങ് ഈ തിരിച്ച് റീബൗണ്ട് ചെയ്യുമെന്നുള്ള വിചാരത്തിൽ അങ്ങനെ ഇരുന്ന്. ഇപ്പം നോക്കിയേ കഴിഞ്ഞാൽ 200 ഡേ മൂവിങ് ആവറേജസിനും അതിനെയും കട്ട് ചെയ്ത് താഴെ പോവാം. ഓക്കെ, ഇപ്പം നഷ്ടം എത്ര? 21,000 നഷ്ടത്തിൽ. എന്നുവെച്ചാൽ റോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് ഇവിടെ വെച്ച് എക്സിറ്റ് അടിക്കേണ്ടതായിരുന്നു. ഞാൻ എക്സിറ്റ് അടിച്ചില്ല, അതിന് വന്ന നഷ്ടമാണ് ഇത്. ഓക്കെ, നാലാമത്തേത് വാരി റിന്യൂവൽസ്. അത് ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ എൻട്രി ചെയ്തു. ഓക്കെ, ലാഭത്തിൽ പോയി, ഇവിടം വരെ ലാഭത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് എക്സിറ്റ് അടിക്കുമായിരുന്നെങ്കിലും എനിക്ക് ലാഭമായിരുന്നേനെ. കാരണം ഇവിടെ മേടിച്ച പ്രൈസിനെക്കാട്ടിലും മേളിലാണ് ഇവിടെ. ഞാൻ എന്നിട്ടും എക്സിറ്റ് അടിക്കാതെ ഞാൻ ഹോൾഡ് ചെയ്തു. ഇതിപ്പം 200 ഡേ മൂവിങ് ആവറേജും കട്ട് ചെയ്തു, ഇവിടുത്തെ ഇതും കട്ട് ചെയ്തു. സോ സംഭവം ഇവിടെ 21,000 നഷ്ടത്തിലായി. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറയുന്നത്, ഞാൻ ഈ തന്ന ഗോൾഡൻ ക്രോസ് ഓവറും അതുപോലെ തന്നെ ബിഗ് ക്രോസ് ഓവർ, അത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ബൈയിലും സെല്ലിലും അപ്ലൈ ചെയ്യണം. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ചാർട്ടൊക്കെ നമുക്ക് ഇട്ട് നമ്മുടെ ഇതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും നമ്മുടെ മെമ്പേഴ്സിന് നല്ല ഒരു 10 ഷെയറിനെ, ബ്രേക്കൗട്ടായ 10 ഷെയറിനെ കൊടുക്കുന്നുണ്ട്. അത് റിലീജിയസായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. റിലീജിയസായിട്ട് ഫോളോ ചെയ്യണം. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് പോകാതെ താഴോട്ട് വരുമ്പം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് അടിക്കണം. അങ്ങനെ റിലീജിയസായിട്ട് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബൈയിലും ഫോളോ ചെയ്യണം, സെല്ലിലും ഫോളോ ചെയ്യണം. സെൻറ്റിമെൻറ്റേ പാടില്ല. അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ ഷെയർസിനെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കുറച്ച് പേർക്ക് ഞാൻ TV ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഷീറ്റ് തന്നിട്ടുണ്ട്. ആ ഷീറ്റ് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ പോയി ചാർട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി 10 ഡേ മൂവിങ് ആവറേജ് എബോവ് ആണോ ബിലോ ആണോ, 30 ഡേ മൂവിങ് ആവറേജ് എബോവ് ആണോ ബിലോ ആണോ, അതേപോലെ 200 ഡേ മൂവിങ് എബോവ് ആണോ ബിലോ ആണോ എന്നൊക്കെ ഉള്ളത് ആ എക്സൽ ഷീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു ദിവസം ഡിലേ വരും. എന്നുവെച്ചാൽ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ചാർട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നത് ആഫ്റ്റർ 10 PM ഇൻ ദ നൈറ്റിലാണ്. അപ്പം ഒരു ദിവസത്തെ ഡിലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സെയിം ഡേയിൽ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഡിലേ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സൽ ഷീറ്റ് രാത്രി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ചെറിയ പ്രോഫിറ്റിനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് വലിയ പ്രോഫിറ്റിലോട്ട് വരുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായെന്ന് തോന്നുന്നു. എഗെയിൻ എല്ലാവരോടും പറയുന്നു, പ്ലീസ് ഫോളോ ദ ചാർട്ട്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.